കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ വെള്ളാട്ട് ഗവൺമെന്റ് LP സ്കൂളിന് നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയത്തിന് ശിലാസ്ഥാപനം നടത്തി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ വെള്ളാട്ട് ഗവൺമെന്റ് LP സ്കൂളിന് നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയത്തിന് ശിലാസ്ഥാപനം നടത്തി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. 1,47,00,000 രൂപ ചിലവഴിച്ചാണ് കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ M. രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നൈനാൻ ഘോഷിയായിരുന്നു അതിന്റെ സംസ്ഥാന തലത്തിലുള്ള ജനകീയ പ്രതിരോധ കമ്മിറ്റിയുടെ ചെയർമാൻ. നൈനാൻ ഘോഷിയുടെ വീട്ടിൽ തിരുവനന്തപുരത്ത് പോയി നേരിൽ കണ്ട് ക്ഷണിച്ച് അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. കേരളാടിസ്ഥാനത്തിലുള്ള വാർത്തയായിരുന്നു. അപ്പൊ പ്രാദേശികമായി നമുക്ക് പഞ്ചായത്തിനെ തന്നെ ഒരു സമരായുധമായിട്ട് പ്രയോജനപ്പെടുത്തുകയായിരുന്നു. പഞ്ചായത്തിന്റെ ഔദ്യോഗിക തലത്തിലെ രീതിയിലാണ് ആ കൺവെൻഷൻ നമ്മൾ സമീപിച്ചത്. ഇപ്പൊ കേരളത്തിൽ അങ്ങോളം വർഗഭോജന പ്രസ്ഥാനങ്ങളും പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം ഈ രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതിന്റെ എല്ലാം ഫലമായി ഇന്ന് ഇപ്പൊ വെള്ളാട്ട് സ്കൂളായാലും ചെറിയാക്കൽ സ്കൂളായാലും നമ്മുടെ ജില്ലയിൽ ഏറ്റവും മെച്ചപ്പെട്ട സ്കൂളുകളായി മാറുകയാണ്. നമുക്ക് ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങൾ കുറവുണ്ട്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. പ്രകാശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി, വൈസ് പ്രസിഡന്റ് K. രാജു, കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് MPV ജാനകി, സ്ഥിരം സമിതി അധ്യക്ഷ M. വിദ്യ, പഞ്ചായത്ത് അംഗങ്ങളായ KV രജിത, K. രവീന്ദ്രൻ, TV മധു, സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സമിതി സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ, VV സുബ്രഹ്മണ്യൻ, പ്രധാന അധ്യാപിക K. റീത, PTA പ്രസിഡന്റ് KC സുനിൽ, A. മഞ്ജുഷ, P. ശശിധരൻ, NV രാമചന്ദ്രൻ, CV വിജയരാജ് എന്നിവർ സംസാരിച്ചു. 36 വർഷത്തെ അധ്യാപക സേവനത്തിന് ശേഷം വിരമിക്കുന്ന K. സജിതയ്ക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.